അസ്സലാമലൈക്കും. ഉമ്മ കിച്ചണിക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വരിട്ടോ. ഒരു ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടും മറ്റുകൾ ചെയ്യാൻ മറക്കരുത്. എപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ ആർക്കും ഒരു മുഷ്പും തോന്നരുത്. അപ്പോൾ അരക്കിലം വെല്ലം കഴുകി അതിൽ വെള്ളം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുഞ്ഞിപ്പൊടി ഉണ്ടാക്കാൻ കേട്ടോ. പഴയ കാലത്ത് വലിയമാർ ഇങ്ങനെയൊന്നും എല്ലാം ഉണ്ടാക്കിനെ. വലിയ കുടുക്കുണ്ടാവില്ല, നമ്മൾ ചോറ് വെക്കണ ആ കുടുക്കിയിലാണ് ഇങ്ങനത്തെ പായസങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനത്തെ കുടുക്കിയിലൊന്നും ഉണ്ടാക്കിയിട്ട് കുറേ ആൾ കുടിച്ചൊന്നുമില്ല. ഇത് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി വെക്കട്ടോ. അപ്പോൾ ഇതാക്കണേ, ഈ ചക്കര നല്ല ഉരുകട്ടെ, നമുക്ക് മൂടിയിട്ട് ഏത് കുടുക്ക അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ചക്കര വൃത്തിയത് ഒഴിച്ച് കൊടുക്കും. ചക്കരയിലൊന്നും ഇല്ല, എന്നാലും തേരതുണ്ട്. എന്നാൽ പള്ളിയിൽ പോകില്ല. ചക്കര നമ്മൾ കഴുകിയിട്ട് വേണം ഇതേമാതിരി ഉരുക്കാൻ വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് 2 സ്പൂണ് പച്ചരി അരച്ചതാണ്. അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും. ഇനി നമുക്കിത് തിളപ്പിച്ചാൽ വെക്കുക. കുഞ്ഞിപ്പൊടിയാണ് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഇനി ഇത് തിളപ്പിച്ചാൽ വെക്കുക. അപ്പോൾ അതാ നമ്മൾ 1 കിലോ ചക്കരയല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പച്ചരി അരച്ചത് പാർന്ന് വെച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് ഇതിലേക്ക് പൊറിഞ്ഞ് ഉണ്ടാക്കൽ എങ്ങനെ അറിയാം, പൊടിയൊന്ന് വാട്ടിയിട്ട് ഉണ്ടാക്കൽ. അപ്പോൾ നമ്മളിപ്പോൾ വാട്ടണില്ല കേട്ടോ, എളുപ്പ പണിയാണ് എടുക്കുന്നത്. അത് എങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1 ഗ്ലാസ് പൊടിയാണ് എടുക്കുന്നത്. 4 കയ്യിൽ 1 ഗ്ലാസ് ഉണ്ടാവും. ഇത് വാട്ടിയിട്ട് ഇങ്ങനെ കുറിഞ്ഞാക്കി നമുക്ക് എടുക്കണം. അതിന് കുറേ ടൈം പോകും. അപ്പോൾ എൻ്റെ വള്ളിമൊക്കെ എന്താ കാട്ടീനെ അറിയോ, പുട്ടിന് കുഴക്കണമാതിരി ഇങ്ങനെ കുഴക്കും വേഗം. മറ്റേന് കുറേ പണിയല്ലേ, പിന്നെ തോനെ ആൾ ഉണ്ടാവും ഒന്ന്. അപ്പോൾ എളുപ്പ പണിയാണ് കരട്ടാന്ന്. അപ്പോൾ നമ്മളൊക്കെ തേരുണ്ടാക്കുമ്പോൾ ഇങ്ങനെ പൊടി വാട്ടി ഉരുട്ടിയിട്ടാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഈ തേങ്ങ നല്ല കുഴക്കുക. തേങ്ങയും വേണം നല്ല തിരുമ്പ്. ഇനി ഉപ്പും ഇട്ട വെള്ളം കൊണ്ട് നമുക്ക് പുട്ടിന് നമ്മൾ പൊടിച്ചെടുക്കൂലേ, അതേമാതിരി ഇങ്ങനെ കുറിഞ്ഞായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ അത് ഉപ്പൊരു മെത്തേഡാണ് കേട്ടോ. ഇങ്ങനെയൊന്നും ഉണ്ടാക്കാത്ത മക്കളൊന്നും ഉണ്ടാക്കി വെക്കൊണ്ടു. പിന്നെ നമ്മൾ പൊടി വയ്ക്കൂലേ, എന്നമാതിരി ഇങ്ങനെ കട്ടായിട്ട് കുഴച്ചെടുത്തിട്ട് നമ്മളൊന്ന് ആവി കയറ്റിയിരിക്കും കേട്ടോ. അപ്പോൾ വേഗമാണ് ഈ മണികളൊക്കെ നമുക്ക് കിട്ടും. ഇങ്ങനെ പൊറിഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾ കുറേ നേരം ടൈം കഴിച്ചണ്ടേ, ആ പണിയില്ല. ഇങ്ങനെ കുഴച്ചിട്ട് പണ്ടൊക്കെ തേങ്ങ ചിരകിയിടേനു കേട്ടോ, വേണ്ടോ. അപ്പോൾ അതിങ്ങനെ പാത്ത മണികളാക്കിയിട്ട് ഒന്നിട്ട് ആവി കയറ്റിയിരിക്കുക. ആവി കയറ്റിയിട്ടാൽ നമ്മളെ കുഞ്ഞിപ്പൊടി പെട്ടെന്ന് ശരിയാവും മക്കളെ. ഇതാ നമ്മൾ ആവി കയറ്റുന്ന പാത്രം. ഇതിലേക്ക് ഈ മണികൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേമാതിരി ഒന്ന് തെള്ളി കൊടുക്കും. അപ്പോൾ നമുക്ക് വേഗം ഇങ്ങനെ ഒട്ടിക്കൊണ്ട് നിൽക്കണ്ട. ഉണ്ടോ, ഇനി ഒന്നും കൂടി കാണിച്ചു കൊടുക്കുക. ഇതൊക്കെ ഇങ്ങനെ കുറുങ്ങിയാക്കിയാണ് നമുക്ക് എടുക്കുക കേട്ടോ. മറ്റേ എത്ര നേരം നമ്മൾ ഇരിക്കണം എന്നറിയാം. ഇനി പിന്നെ നമ്മൾ വീണ്ടും നനയ്ക്കുക. അങ്ങനെ ഇത് ഫുള്ളും ഇങ്ങനെ നമുക്ക് കുറുങ്ങിയാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ആവി ആക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. വേണ്ട, അത് ഫുള്ളിങ്ങനെ ഞാൻ ഒക്കെ ഇങ്ങനെ പൊങ്ങിയാക്കി എടുത്തിട്ടുണ്ട്. വേഗം ഉണ്ട് പരിപാടി. നമുക്ക് ആവി കയറിയാൽ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ആവി ആയിട്ടാൽ നമുക്ക് എടുക്കാം. നമുക്ക് 2 തേങ്ങ നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. ഒരു തേങ്ങയുടെ പാല് വേണമെങ്കിൽ എടുത്ത് നമുക്ക് ഫ്രഷ് പാല് പാർന്ന് കൊടുക്കാം. പക്ഷേ പണ്ടത്തെ വഴിമാരൊക്കെ തേങ്ങ ചിരകിയിട്ടാണ് ഇട്ടിരുന്നത്. ആ മെത്തേഡിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ തേങ്ങ കൈകൊണ്ട് നല്ലൊന്ന് പാലൊക്കെ പുറത്തേക്ക് വരാൻ നല്ലോണം അതേപോലെ ഒന്ന് തിരുമ്പി കൊടുക്കുക. എന്നിട്ട് നമുക്ക് കൈക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളെ എത്ര എളുപ്പം പൊറിഞ്ഞാൽ ശരിയായി അല്ലേ, വേഗം ഉണ്ട് പണി. ഇനി എല്ലാ മക്കളും ഇതേമാതിരി ചെയ്തോളുണ്ട്. ഇതുണ്ടോ, ഇഷ്ടം പോലെ ഇതുണ്ടോ. ഇനി അത് നമുക്ക് ഇവിടെ നമ്മളെ ചക്കരമാവ് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതിക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ നമുക്ക് ഇത് നിർത്തിയിട്ട് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഞാൻ ഇവിടെ നമ്മളെ പഴയ പണ്ടത്തെ മാതിരി തന്നെ ഉണ്ടാക്കണം കേട്ടോ. ഇത് നമുക്ക് ഇതിലേക്ക് ആക്കി കൊടുക്കുക. ഇത് നമുക്ക് ഇങ്ങനെ ഇട്ട് ആക്കി കൊടുക്കുക. മറ്റേ നമ്മളിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ എത്ര നേരം നിൽക്കണം എന്നറിയാം, ഒരുപാട് സമയം കൊടുക്കും. പെട്ടെന്നായില്ലേ, ഇതൊന്ന് ഇതിൽ കടന്നൊന്ന് വേകട്ടെ. വേണ്ട തിളക്കണ പൊറി ഇതണ്ട മണിയാൾ ഇതണ്ട, ഇഷ്ടം പോലെ മണിയാളുണ്ട്. ഇതിന് വേണ്ടത് തന്നെ നമുക്ക് മണിയാളാണ്. ഇതണ്ട നല്ലോണം തിളക്കട്ടെ. ചക്കര ഇട്ടല്ലേ പിഞ്ചിപ്പൊട്ട് വെക്കുക. ഇതൊന്നും ഇവിടെ കടന്നാവട്ടെ. അപ്പോൾ പൊന്നു മക്കളെ, നമ്മളെ കുഞ്ഞിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇതണ്ട മണിയാൾ ഇഷ്ടം പോലെ മണിയാളുണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ ഉരുട്ടാനൊന്നും ടൈം കളയണ്ട. പിന്നെ നമ്മളെ കൈ കൊണ്ട് നല്ല തിരുമ്പിയ തേങ്ങ ഉണ്ടല്ലോ, കഴിഞ്ഞ് നമുക്ക് ഇതിക്കിട്ട് വെക്കാം. ഈ വേണ്ടവർക്ക് പഴയ കാലത്ത് ഏലക്കായൊന്നും കുത്തിയിട്ടില്ല കേട്ടോ. ഞങ്ങളെ വലിയമാരൊന്നും അതിപ്പോൾ ഏലക്കായിന് തന്നെ പറ്റുന്നുണ്ടാവില്ല. ഇപ്പൊക്കെ ഏലക്കായൊക്കെ കുത്തിയിടും. ഇവിടെ ഞാനൊന്നും കുത്തിയിട്ടിട്ടില്ല. നമ്മളെ പഴയ സ്റ്റൈലിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പൊക്കെ നമ്മളിത് കുടിക്കുക ക്ലാസ്സിലല്ലേ, പക്ഷേ ഞങ്ങൾ പഴയ കാലത്തെ സ്റ്റൈലിൽ എങ്ങനെയാണ് കുടിച്ചിരുന്നു ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അന്നിട്ടൊക്കെ പണി കയറി വരുന്നോട് ഇങ്ങനത്തെ വലിയ കാലത്തിലുണ്ടാക്കുക, അങ്ങനത്തെ ചെറിയ കാലമൊന്നുമല്ല. എന്നിട്ട് എല്ലാവരും ഓരോ പാത്രം കഴിക്കും. അന്നത്തെ ആൾക്കാരുടെ ആരോഗ്യമൊക്കെ എങ്ങനെ ഉണ്ടതൊക്കെ ഇന്ന് ഓരോ ഭക്ഷണമായി.
ഇപ്പോഴത്തെ മാതിരി ദിവസം ചിക്കന് ദിവസം കോഴിയൊന്നും ഇല്ലല്ലോ. ചക്ക മാങ്ങ, ചക്കൻ്റെ കാലത്ത് ചക്കക്കുരു, മാങ്ങേൻ്റെ കാലത്ത് മാങ്ങ, അങ്ങനെയൊക്കെയാണ് മക്കളെ. അപ്പോൾ എല്ലാവരും ഈ കുഞ്ഞിപ്പൊടി ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പൊറിഞ്ഞൊന്നും ഉണ്ടാക്കാൻ ടൈം കഴിച്ചിട്ടുണ്ട് അമ്മാൻ്റെ മക്കൾ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ അഭിപ്രായമൊക്കെ പറയാം. നിങ്ങൾ അഭിപ്രായം പറഞ്ഞാലും അതൊക്കെ നോക്കിയിട്ട് കുട്ടികളാണ് എനിക്ക് പറഞ്ഞു തരല്. അപ്പോൾ എല്ലാവരും അഭിപ്രായം പറയാം. നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക. 10 മണിയാളെ നമ്മളെ കുഞ്ഞിപ്പൊടി പായസമാണ് ഇതിട്ടില്ല. ഇത് പെട്ടെന്ന് തയ്യാറാക്കാം. മറ്റുള്ള മാൻ്റെ ഫുള്ള് വീഡിയോ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് കുഞ്ഞിപ്പൊടി ഉണ്ടാക്കി എത്തിയിട്ടാണ്. അപ്പോൾ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ വലിയമാരി കുഞ്ഞിപ്പൊടി ഉണ്ടാക്കിയാൽ ഇങ്ങനെ തരികട്ടെ പാത്രത്തിൽ. ഇപ്പോഴത്തെ മാതിരി ക്ലാസ്സിൽ പറഞ്ഞിട്ടൊന്നും കുറിച്ച് ഇങ്ങനത്തെ ഓരോ പാത്രങ്ങൾ തരും. അത് നമ്മളാണ് കുടിച്ചിട്ട് നമ്മൾ കളിച്ചാൻ പോകും. ഇപ്പോൾ കുഞ്ഞിപ്പൊടി പായസമൊക്കെ നമ്മൾ എടുത്താലും ക്ലാസ്സിനാണ് കുടിച്ചത്. അപ്പോൾ പഴയ കാലത്തെ രീതി ഒന്ന് കാണിച്ചു തരികയാണ് കേട്ടോ നിങ്ങൾക്ക്.